ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തൊക്കെ വിശേഷം? നിക്ക് കുറച്ച് അവിടെ ഇരിക്കുക. എന്റെ പേര് എന്തൊക്കെ വിശേഷം പറയോ? നല്ല വിശേഷം. കാലത്തെ പഴം പൊഴിഞ്ഞത് തിന്നു. ഡെയിലി പഴം കഴിച്ച ഉഷാറായി അല്ലേ? ഉഷാറായി. ചത്തോന്നി ആഴ്ച എല്ലാവരും അപ്പോ അതിന്ന് കഴിച്ചു പോന്നു. തിരിച്ചു വരണം അല്ലേ? ഇപ്പൊ പണ്ടത്തെ കാലം പണ്ടത്തെ കാലം ഇപ്പൊ ബ്ലൗസൊക്കെ ഫിറ്റായി. ഇപ്പൊ സുന്ദരി ആയി. സുന്ദരി കുറച്ച് കൂടി. ഇച്ചിരി കൂടിയെന്ന് എനിക്ക് തോന്നണം. അതെ നോക്കണായിരുന്നു അല്ലേ? വെയിറ്റ് 45 ഉണ്ടായിരുന്നുള്ളൂ. 45 അന്നെങ്ങനെയാ അമ്മയ്ക്ക് മനസ്സിലായി? അവിടെ ആരാണ് തൂക്കിട്ട് വന്നതാണ്. ഇപ്പൊ 50 കിലോ കൂടുതലുണ്ടായിരുന്നു. അവൻ തൂക്കണോട്ടോടി. ഇപ്പൊ 50 ആയി ഉണ്ടാവും. ഇവിടെ തൂക്കണ സാധനം ഉണ്ടാ. നോക്കിക്കോ. വെയിറ്റ് നോക്കാം. ഇപ്പൊ തന്നെ നോക്കട്ടെ. നിങ്ങളുടെ പഴത്തിന്റെ അല്ലോ 50 50. ഞാൻ പറഞ്ഞ 5 കിലോ പഴത്തിന് മെച്ചമുണ്ടല്ലേ? ഞാനൊരു ഇച്ചിരി വണ്ണം വെക്കാൻ ഞാൻ ആഗ്രഹിക്കണത്. എനിക്ക് ഒരു ബ്ലൗസ് ഒന്നും കേറാത്ത. അയ്യോ നല്ലത്. എന്താ പ്രശ്നം? ഉണ്ടായോളൂ അന്ന് ആ കിടന്നപ്പോ. 5 കിലോ ചില്ലറ കൂട്ടലൊക്കെ കൂടിയത്. എന്റെ കുഞ്ഞു കൂട്ടട്ടോ. പിന്നെ പണ്ടേ കൊറേ പണി ചെയ്യൂലേ അമ്മ, ഇപ്പൊ ചെയ്യാനും പറ്റൂലല്ലോ. അതും ഉണ്ടാവും. അത് ഇനി എന്താ വിശേഷം? ക്രിസ്മസ് വരണല്ലോ. ക്രിസ്മസ് വരണുണ്ടോ? പക്ഷെ നമ്മുടെ ഈ വർഷം ക്രിസ്മസില് ഒന്നും ചെയ്യണം. സ്റ്റാർ മാത്രം വെക്കാം. വീടിന്റെ പണി നമ്മുടെ വീട്ടിലെ പണി ഒന്നും കഴിഞ്ഞിട്ടില്ലത്. മുറ്റത്തെ ഫുൾ മണല്. അത് എന്താ പറയാ? മണലല്ലേ? വീട്ടിക്ക് മുമ്പശത്ത് ഫുൾ മണല് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഭയങ്കര ഇതുണ്ട്. അപ്പൊ ഈ വർഷം നമുക്ക് ഒരു സ്റ്റാർ മാത്രം ഇടാം. തീരോ അറിയില്ല. ഹലോ ഗുഡ് മോർണിംഗ് മൈ ഏഞ്ചൽസ്. ഗുഡ് മോർണിംഗ്. എന്താണ് വെക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഒരു മിനിറ്റ്. രാവിലെ തന്നെ പൂരിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങണം വെച്ച്. അല്ല മറ്റേ അത് ശരിയാ. ഉടായ്പ വഴിയിലൂടെ അമ്മ സഞ്ചരിക്കും. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇതിനെ കുറച്ച് ഭേദമുണ്ട്. അതായത് പണ്ടെന്ന് വെച്ചാൽ അമ്മ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ദോശമാവ് കലക്കി തന്നിട്ട് ദോശ ഉണ്ടാക്കി തരും. അങ്ങനെയാണ് എല്ലാ അമ്മമാരൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്ക് 100 കൂട്ടം കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. നമ്മുടെ ഇവർക്ക് എന്നും പൊള്ളല അല്ലെങ്കിൽ തന്നെ അത് തന്നെ കൈ കാണിച്ച് കണ്ട തീന്റെ ഇടയിൽ കൂടെ പണിയെടുക്കുള്ളൂ. ഇതിന്റെ ഇടയിൽ കൂടെ തുടക്കി കേട്ടോ. അല്ല മതി. അപ്പൊ പണി കിട്ടും. നമ്മുടെ ഈ പെണ്ണുങ്ങളെല്ലാവരും പണി തീർക്കാൻ വേണ്ടി ചെയ്യേണ്ടതാണ്. ഞാനും ചെയ്യും അങ്ങനെ. അപ്പൊ നമ്മള് വെറുതെ പൈസ ഇടയ്ക്കൂടെ തുടയ്ക്കാൻ അപ്പൊ അതെ കിച്ചൺ റെഡി ആയിട്ടുണ്ട് ഒരു വിധത്തിൽ. ഒരു മാസം കൊണ്ടപ്പോ റെഡിയാക്കി തന്ന. അപ്പൊ അമ്മച്ചേ അമ്മയുടെ മോളുടെ ബർത്ത്ഡേ ഇഷ്ടായോ? അതിനേശം ഒന്നും പറഞ്ഞില്ല. അത് ഞാൻ അമ്മ മകനൊന്ന് കെട്ടിപ്പിടിക്കുന്ന വിചാരിച്ചു. അല്ല അമ്മ മകനെ കെട്ടിപ്പിടിക്കാനായിട്ട് പുറത്തുനിന്ന് ആരും അല്ലല്ലോ ചെയ്തു കൊടുത്തത്. നീ ആങ്ങളെയാണ്. നിനക്ക് ഒരു പെങ്ങളുള്ളൂ. അപ്പൊ നീ അത് സന്തോഷത്തോടുകൂടി ചെയ്തു. അപ്പൊ ഞങ്ങള് ഹാപ്പി. അതില് ആൻസി പറഞ്ഞു നമ്മളോട്. ആൻസിക്ക് സന്തോഷം. അവളവിടെ വെച്ച് നിനക്ക് അപ്പൊ തന്നെ പ്രത്യേകിച്ച് അവൾക്കൊരു സന്തോഷം. അവൾക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ആർക്കായാലും ഒരു സർപ്രൈസ് കൊടുക്കുമ്പോ എല്ലാവർക്കും ഒരു ഇഷ്ടമാണല്ലോ. സന്തോഷം. അവൾക്ക് ഇഷ്ടമല്ല സർപ്രൈസ്. അവൾക്ക് തൊലി നാണം പോലെ ആ തൊലി ഉരിയലൊന്നും ഈ സോയിക്കുട്ടിക്കില്ല കേട്ടോ. അല്ല നാണം. ആൻസിക്ക് നാണായല്ലോ. നിനക്കാ നാണക്കേടും. കണ്ടില്ല. പിന്നെ നമ്മളിപ്പോ കുറച്ച് ദിവസമായി വീഡിയോ എടുത്തിട്ട്. അതാണ് വീഡിയോ എടുത്തിട്ട് തിരക്കിനും കാര്യം. ഹോസ്പിറ്റല്
അമ്മക്ക് വന്നു കഴിഞ്ഞാൽ ഇവൾക്ക് വരും, ഇവൾക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് വരും. അതിന്റെ ഒരു ആഴ്ച അങ്ങനെ എഴുതി. സത്യം പേടിയാണ് ആശുപത്രി എന്ന് പറയുമ്പോ നമുക്കൊരു പേടി കൊടുക്കും. ഇനി അമ്മ കഴിഞ്ഞ വർഷത്തെ പോലെ സ്റ്റാർട്ടിങ്ങിൽ വിഷ് ചെയ്തില്ലേ നന്നായിട്ട് വരണം, അതൊന്നും ഈ പ്രാവശ്യം വിഷയം പോണില്ല. പുതിയ വർഷത്തില് അതാണ് അതെന്ന് ചോദിക്കുട്ടി. ഇപ്പൊ ഹോസ്പിറ്റൽ പറഞ്ഞു നാനും ഉണ്ടാവും. എനിക്കും അതെ, ഞാനും എപ്പോഴും എനിക്ക് അസുഖം വയ്യാന്ന് പറയുമ്പോ എനിക്ക് തന്നെ ഒരു വിഷമം ബുദ്ധിമുട്ട് പോലെയാണ്. അതെ, അനാറ് കഴിക്കുന്നില്ല ഇപ്പൊ, ബ്ലഡ് കുറവാണ് നിനക്ക്, അതാണ് ഈ ക്ഷീണവും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ബ്ലഡ് കുറപ്പില്ലേ? അല്ല എന്നാലും നമ്മൾ നിർത്തരുത്, കഴിച്ചോണ്ടിരിക്കത്. ഇത് ചെയ്തിട്ടാ എന്റെ കൈ ഇതാവും, അത് കാരണം ഞാൻ കൂർക്ക മീൻ പിടിക്കണം അല്ലേ? അതില്ലടാ, കൂർക്ക അനാറ് ചെയ്യുമ്പോ ഇതൊക്കെ കറായിരിക്കും. അപ്പൊ നമുക്ക് ഞാനൊക്കെ ഇപ്പൊ റീൽസ് എടുക്കുമ്പോ ഇത് ബ്ലാക്ക് കളർ തോന്നും, അത് കാരണം ഞാൻ ചെയ്യാത്ത. അപ്പൊ ഞാൻ ചോദിക്കുട്ടിയുടെ സർപ്രൈസ് ആണ് അനിയത്തി കടം കൊടുത്ത, പ്രശ്നം ഉണ്ടായിരുന്നോ? അങ്ങനെ പറയില്ല, ആൾക്കാരെ വിചാരിക്കും എനക്ക് പിന്നെ ആൻസിയുടെ മുടി എല്ലാരും പറയുന്നുണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യണമെന്ന്. എല്ലാരും പറയണേ സ്ട്രെയിറ്റ് ചെയ്യണം. സ്ട്രെയിറ്റ് കൊള്ളൂല, അവർക്ക് ഇഷ്ടമല്ല, കാരണം അവർ ചെയ്തിട്ടുണ്ട്, പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജോലി സമയത്ത് വന്നാണ് ഈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നും ചേരില്ല, നമുക്ക് കെമിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തില്ലേനെ പിന്നെ നമ്മുടെ മുടിയൊക്കെ നശിച്ച് പോകും. പ്രത്യേകിച്ച് ഈ കേറി കേൾക്കാർക്ക് ഭയങ്കര ഡിഫിക്കൽട്ട്. മുടി നല്ല അടിപൊളി മുടി, അവള് ഇത് ഇടും പുറത്തു പോകുമ്പോ ഈ കേൾസ് ആവണേ ഉണ്ടല്ലോ ജെല്ല്, നല്ലതാണോ? എന്താ നല്ല ഇല്ല. വീട്ടില് ഇരിക്കുമ്പോ നമുക്ക് അങ്ങനെ ഒന്നും ഇടണ്ട. എപ്പമേ അങ്ങനെ ഇത് ജെല്ല് ഒക്കെ ഇടുമ്പോ തലവേദന വരും. എവിടെങ്കിലും പുറത്ത് പോകുമ്പോ പിന്നെ ഇത് ചെയ്യാം. പിന്നെ ബർത്ത്ഡേക്ക് പോയി നമുക്ക് സർപ്രൈസ് കൊടുത്തല്ലോ, അങ്ങോട്ട് പോകാനൊന്നും നമുക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് ഇവൾക്ക് സർപ്രൈസ് കൊടുക്കുമ്പോ നീ അതിനുള്ള എഫേർട്ടും ഇതൊക്കെ കാണുമ്പോ എനിക്കത് ഇഷ്ടമാണ്. നീ ഭയങ്കര അയ്യോ അവിടെ ചെന്ന് സംസാരിക്കുന്നു, ഇവിടെ ചെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ ഇതിന്റെ പെരുവെപ്പ് കാണുമ്പോ എനിക്ക് അപ്പൊ ഞാൻ പുറത്ത് ഏറ്റവും ഫാസ്റ്റ് അപ്പുറത്തെ റോഡിൽ പോകും. അവിടെ പോയ ഇങ്ങനെ റോഡിൽ കയറി അപ്പുറത്തെ പോകും. അപ്പൊ ഈ ചെറുക്കനൊക്കെ ബാക്കിൽ ഞാൻ ഇങ്ങനെ പോകും പറ്റോ? ഒന്നും കേൾക്കാനും പറ്റൂല, ഓടിക്കും. ഇതേ നമ്മുടെ രാവിലെയൊക്കെ പാപ്പോ കൊച്ചു പിള്ളേർ പറഞ്ഞല്ലോ പാപ്പം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അതൊക്കെ ഉള്ളൂ ജീവിതത്തിൽ. അല്ലാണ്ട് വേറെ നമ്മൾ കുറെ പൈസ ഉണ്ടാക്കി വെച്ചിട്ടോ കുറെ ഇതുണ്ടാക്കിട്ടോ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കിട്ടുന്നത് ഭയങ്കര ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ പറയുള്ളൂ. ജീവിക്കുന്നേ വരെ അനുഗ്രഹം. പിന്നെ ഈ അനുഗ്രഹം ഈ മോൻ കാരണം ഉണ്ടായ കേട്ടോ. അതെ ആണ്, അല്ലെന്ന് ഞങ്ങൾ പറയുന്നുണ്ടോ? അമ്മ അങ്ങനെ പറഞ്ഞോ? ഇല്ല, നമുക്ക് ഇത് ഇപ്പൊ സന്തോഷം ഇല്ലേ, നമുക്ക് ഇപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോ നീ കാണണമുണ്ടോ? പിന്നെ പണ്ട് നീ ജോലി ചെയ്യുന്നുണ്ടായിരുന്നേ, പ്രഗ്നൻസി വീട്ടിൽ കൊച്ചായി കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നു. അപ്പൊ ഈ യൂട്യൂബ് ചെയ്ത് കഴിഞ്ഞപ്പോ നീ വീട്ടിലെത്തുമ്പോ 10 മണിയാവും. പിന്നെ പണ്ട് എഡിറ്റിംഗ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതങ്ങനെയാണ് കാര്യങ്ങള്. അതെ നിന്റെ അനിയത്തി കൊറേ മാരേജ് കല്യാണം അവർക്ക് നല്ല ബുദ്ധിയും ആയിട്ടില്ലേ? അതാണ്, അത് നിന്നെക്കാളും ബുദ്ധി ഉണ്ട് കേട്ടാ. ബുദ്ധിയുണ്ട്, പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന അങ്ങനെ ബുദ്ധിയില്ല. വീട്ടിലെ അമ്മ അപ്പാക്ക് എല്ലാവർക്കും നോക്കണം അങ്ങനെ പറയുന്നുണ്ടോ? അപ്പൊ നീ എനക്ക് നോക്കണം പറയുന്നുണ്ടോ? മെരിന അപ്പൊ നമ്മളൊന്നും ഇല്ല അല്ല നമ്മളൊന്നും ഇല്ല ഇതില്. ഇല്ലാത്ത ശരിക്കും നോക്കൂല. നമ്മക്ക് അമ്മക്ക് ഏൻസിക്ക് നിനക്ക് നോക്കും, പക്ഷെ ചേച്ചിയുടെ മോള് അങ്ങനെ കണക്ഷൻ ഇല്ലല്ലോ. എനക്കിട്ട് ഞാൻ സംബന്ധിച്ച് മെരിന അവൾക്ക് അമ്മ തന്നെ ഇതുണ്ട്. കാരണം ഞാൻ ചെറുപ്പത്തില് തന്നെ ഇതുവരെ ഞാനും അവിടെ പോയി നോക്കില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് ഇതുവരെ ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്. അവൾക്ക് എന്താ വേണം, ഇത് വേണോ, ഡ്രസ്സോ എന്തെങ്കിലും മേടിക്കണോ, സ്കൂളിലോ ഒക്കെ
അത് ചെയ്യുന്ന ഞാനും അങ്ങനെ പറയാൻ പാടില്ല, അത് ചെയ്യുന്ന ഞാനും. അപ്പൊ ആ എന്താ പറയാ, ആ റെസ്പെക്ട് പേടി ഈ കൊച്ചൊക്കെ എനക്കിട്ട് ഉണ്ട്. സത്യം പറഞ്ഞാൽ സോയിക്കുട്ടി ഏട്ടാ കൊച്ചിനും നോക്കണേ. എല്ലാം മിക്കതും ചോദിക്കും സോയിക്കുട്ടിനും മോളാണോ എന്നത്. അത് സോയിക്കുട്ടി, അതാണ് സോയിക്കുട്ടി എല്ലാരും അതുപോലെ കെയർ ചെയ്യുന്നുണ്ട്, പാവം. അപ്പൊ ചില സമയത്ത് തോന്നും നമ്മുടെ ഇല്ല, ചില സമയത്ത് ഞാൻ തോന്നും എന്റെ അച്ഛനും അമ്മ ജീവിക്കുന്ന വരെ എന്തെങ്കിലും നന്നായി എന്താ പറയാ നന്മ ചെയ്തിട്ടുണ്ടാവും. അത് കാരണം ഇത്ര നല്ല ഹസ്ബൻഡ് വീട്ടിൽ ആൾക്കാരെ എല്ലാം കിട്ടിയല്ലോ. അല്ലേ? അയ്യോ എനിക്ക് ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാ. ഞാൻ പറയട്ടെപ്പോ ഇപ്പൊ നമുക്കത് പറയാൻ പറ്റൂല. എന്നാൽ പോലും പല ആൾക്കാരും പല വീടുകളിലും പല രീതിയിലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കൊണ്ടൊക്കെ ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരോടും ഉണ്ടല്ലോ. സോനം ഇവിടെ സോനല്ല, ഇപ്പൊ നീ വേറൊരു പെണ്ണെ കെട്ടിയാലും ഞാനിങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ. അതായത് അവരാ വീട്ടിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ അവരെ വേറെ രീതിയിൽ കാണാൻ പറ്റില്ല. അവര് വീട്ടിലൊരാളായിട്ട് തന്നെ നമ്മൾ. പക്ഷെ ഞാൻ പറയട്ടെ, വേറൊരു കേസുണ്ട്. ഒരു കുടുംബായ ഒരാൾ വിചാരിച്ചാൽ മാത്രം കാര്യമില്ല. ഇപ്പൊ നീ അമ്മനെ സ്നേഹിക്കുന്നുണ്ട്, അമ്മ അതനുസരിച്ച് നിന്നെ സ്നേഹിക്കുമ്പോൾ ആ കുടുംബമാവണത്. മനസ്സിലായോ? അല്ല, ഒരാൾ മാത്രം സ്നേഹിക്കും, രണ്ടുപേരും എഫക്ട് എടുക്കണം. ചിലപ്പം അമ്മ എനക്കിട്ട് മിണ്ടില്ല സംസാരിക്കില്ല, അത്ര നമുക്കിവിടെ ഇങ്ങനെ കണക്ഷൻ സ്നേഹം ഉണ്ടാവില്ല. പലർക്കും പലരും ഇപ്പൊ ചില അമ്മ വരുന്നത് നല്ല ഇതായത് ആണെങ്കിലും മകൻ കച്ചറയായിരിക്കും. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവും. എന്തോ കാര്യം നമ്മൾ 3 പേര് ഇതായിപ്പോയി. എന്നാലും ഞാൻ കുറച്ച് തെണ്ടിത്തിരക്ക് കാണിക്കുന്നുണ്ട്, ഇതൊന്നും പറയുന്നില്ല. അതിന്റെ ഒരു മഴക്കം ഉണ്ടാവാറുണ്ട്. എടാ, എല്ലാവരും വഴക്കുകളും പ്രശ്നങ്ങളും എല്ലാ കുടുംബങ്ങളിലും ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുൻപോട്ട് പോകണം. നമുക്ക് പോയല്ലേ പറ്റൂ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ആത്മഹത്യ ചെയ്യാനോ അത് ഇട്ടിട്ട് പോകാനോ ഒന്നും പറ്റൂലല്ലോ. എല്ലാം നമ്മൾ പോകാൻ പറ്റുമോ? എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുൻപോട്ട് പോകാൻ പറ്റുമോ? എങ്കിൽ വെച്ചിട്ട് പോകണം. എന്നെ ഇവിടെ വെച്ചിട്ട് പോകണം. അല്ല, അങ്ങനെയൊക്കെ തന്നെയാടാ ജീവിക്കുന്നത്. അതെ, ഇന്നത്തെ പരിപാടി എന്താ പറയാ? ഇന്നത്തെ പരിപാടി ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ നേരെ വൈകി എഴുന്നേറ്റപ്പോ സൺഡേ ആയതുകൊണ്ട് ഞാൻ വൈകി എഴുന്നേറ്റു, സോനം വൈകി എഴുന്നേറ്റു. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്ത് പോകണമെന്നുണ്ട്. വണ്ടി മേടിക്കണേക്കാളും മുമ്പ് അയൽവക്കത്തെ വണ്ടി കട കൊടുത്ത് ലോകം മൊത്തം കറങ്ങാൻ പോകും. വണ്ടി മേടിക്കുന്ന ഇന്ന് വരെ ഒരു സ്ഥലത്തും നീ ഞങ്ങളെ കൊണ്ടുപോയില്ല. നീയല്ല എവിടെ പോണത്? അമ്മയ്ക്ക് അവിടെ ലീവ് തരൂ ബാംഗ്ലൂർ. ലീവല്ലേ ശനി ഞായറും, അടുത്ത ശനി ഞായറും. നമ്മ ഈ ശനി ഞായറാണ് നമ്മൾ വീട്ടിലിരിക്കണേ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട്. രാവിലെ മേടിച്ച് പോവുകയും ചെയ്യും. അല്ലടാ, ശനി ഞാനില്ലാത്ത ദിവസം നിങ്ങൾ റീൽസ് ഒക്കെ, ഞാനില്ലാത്ത ദിവസം നിങ്ങളുടെ റീൽസ് ഒക്കെ. അത് ഇവിടെ പറ. റീൽസ് ചെയ്യുന്നുണ്ടല്ലോ, ഡാൻസ്. അതെ, നമുക്ക് പോകണ്ടേ? പോണം. ഞാൻ കമ്പനി എവിടെ, അതായത് ലൂലുമാളിലായാലും മെട്രോ സ്റ്റേഷനായാലും ഇങ്ങനെ ഇരിക്കുള്ളൂ. അത് അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കണേ. ഇത് മറ്റേ പ്രൈവറ്റ് കുറെ ഭായിമാര് ഇരിക്കുന്നുണ്ട്, അതേപോലെ ഞാൻ ഇങ്ങനെ ഇരിക്കും. എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നു പറ്റില്ല, ഇങ്ങനെ എനിക്കിനും പറ്റില്ല. ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും, കാല് ക്രോസ്. പെട്ടെന്ന് റെഡിയായിട്ട് പോവാ. ഇപ്പൊ എനിക്ക് രാവിലെ തന്നെ പൂരി കഴിച്ചിട്ട് എന്തോ പോലെ ട്രാവൽ ചെയ്യുമ്പോ ഓയിലല്ലേ. ഇല്ലെന്ന ദോശ ഉണ്ട്, അപ്പൊ ദോശ കഴിച്ചോ. ഉച്ചയാകുമ്പോഴേ പോന്നേ. ഇല്ല, ദോശ കഴിച്ചോ. വല്ലപ്പോഴാണ് നല്ല ഫുഡ് അവിടെ ഉണ്ടാക്കണേ. ഉച്ച കഴിഞ്ഞോണ്ട് നേരത്തെ പോവാൻ പള്ളിയിൽ എത്തുന്ന കമ്മിറ്റി നമ്മുടെ പണി കഴിഞ്ഞിട്ട് ഉച്ചയാവൂടാ. എത്ര മണിയാകുമ്പോ? 12 മണി വരും. കുട്ടികളിലൊക്കെ തേച്ചോളൂ. എവിടെ പോനെ? ബാപ്രേ, ഈ മുടി ആരാ ഇങ്ങനെ ചെയ്തി കൊടുത്തോ? ആന്റി മെറിന എവിടെ പോനെ? കിധർ ജാനാ? മാർക്കറ്റ് ഷോപ്പിംഗ്. എന്താ മേടിക്കണം? ഓ മൈ ഗോഡ്, ഈ മുടി ആരാ ചെയ്തി കൊടുത്തേനോ? മോളെ ദേഖാ. അപ്പൊ അമ്മ ഞാനും മെറിന പിന്നെ പുണ്ണുസ് റെഡിയായി. ഞാനൊക്കെ ഇത് ശരിക്കും കൊച്ചൊക്കെ ഒരു ഡ്രസ്സ് തയ്പ്പിക്കണം, എനിക്ക് ഒരു സാരി മേടിക്കണം. അതിന് വേണ്ടി പോണേ. അമ്മക്ക് കൂട്ടിക്കൊണ്ട് പോവണ്ടേ? സാരിക്ക് സെലക്ഷൻ അമ്മക്ക് അറിയാം. അപ്പൊ അത് കാരണം കൂട്ടിക്കൊണ്ട് പോണ്. അപ്പൊ ഞാനും അമ്മ അതേ മെറിന പിന്നെ പുണ്ണുസേ പോയിട്ട് വരാം. അമ്മക്ക് സാരി കാണിച്ചു കൊടുത്തു. ഇത് ആരൊക്കെ
ഇതെത്രയാ? No. ഓ 6 years. 6 yearsക്ക് സാരി ഉണ്ട് ഇത് 6 years മുമ്പത്തൊക്കെ സാരി ഉണ്ട് അന്നത്തെ ബ്ലൗസ് കറക്റ്റ് കേടായിട്ടില്ല കേട്ടോ. ഞാൻ സാരി കഴുകൂല, വാഷ് ചെയ്യില്ല. यो लाइट कलर अलि ब्राइट देख्दो रहेछ സാരി ഞാൻ നല്ല സാരി വാഷ് ചെയ്യില്ല. കൊടുത്തു കഴിഞ്ഞ് വന്നിട്ട് വെയിലത്തിട്ട് ഉണക്കി ഇങ്ങനെ അങ്ങനെ വെയിലില്ല നമ്മുടെ കാട്ട് ഇതുണ്ട് തണുത്തിൽ വെയിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആയിട്ട് ഇരിക്കും. എത്ര വർഷം ഞാനും ചുരിദാർ അങ്ങനെ ചെയ്യും. നമുക്ക് ആദ്യം ഡെയിലി ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞ് ഡെയിലി മൂടി ഇതിന് എന്ത് ചെയ്യും? ഡ്രൈ വാഷിന് അങ്ങനെ ഫുള്ള് പോയി. ഇപ്പോഴാണ് ഡ്രൈ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ തുണികളൊക്കെ പെട്ടെന്ന് കേടാവുന്നത്. അത് കാരണം ഇപ്പൊ ഡ്രൈ വാഷ് ഒന്നും ചെയ്യുന്നില്ല. ഇടാം, ഉണക്കാം, വെക്കാം. കുറേ 4 വർഷം നമുക്ക് ഇറ്റി കഴിഞ്ഞ ശേഷം കഴിക്കും. അപ്പൊ ഇന്ന് നമ്മുടെ വണ്ടി ഇല്ലേ, ഇന്ന് നമ്മുടെ പോപ്പി ചേട്ടാ ഇല്ലേ, ഇന്ന് നമ്മുടെ സുരേഷ് ചേട്ടൻ നമ്മുടെ വീട്ടിൽ അടുത്ത ചേട്ടാ ഉണ്ട്. പണ്ട് വണ്ടി ഇല്ലാത്ത സമയത്ത് ചേട്ടാക്ക് വിളിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നും അപ്പുക്കുട്ടമില്ലേ, അപ്പുക്കുട്ടൊക്കെ തലവേദനയായി നിങ്ങൾ പൊക്കെ പറഞ്ഞു. അപ്പൊ വേഗം പോവാം. അങ്ങനെ വെച്ചത് അതെന്താ ഒറിജിനൽ ഗ്രാമ്പൂ മാല ആരാ ഉണ്ടാക്കി? മേടിച്ചോ? പിന്നെ ശബരിമല ഒറിജിനൽ ഗ്രാമ്പൂ പ്ലാസ്റ്റിക് ആണോ? വണ്ടി കയറി അപ്പൊ തന്നെ രണ്ടുപേരും ഉറങ്ങി പോയിട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് സാരി മേടിക്കുന്നത് നേരെ MG റോഡ് മില്ലനുണ്ടല്ലോ, അവിടെ പോയി നോക്കാലോ വിചാരിച്ചോ. അപ്പൊ നമ്മുടെ അവിടെ എത്തി. പിന്നെ ഞാൻ കുറച്ച് സാരീസ് നോക്കിട്ടോ, കുറെ നല്ല സാരീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓരോ സാരി ഇതേ ഇറ്റി നോക്കി. പക്ഷെ ഫൈനലി ഈ റെഡ് കളർ സാരി ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ മില്ലൻക്ക് ഓണറും പറഞ്ഞു എനിക്ക് ഈ റെഡ് കളർ നല്ല ചേരുന്നുണ്ടോ. അപ്പൊ ഞാൻ ലാസ്റ്റിൽ ഇത് ഫൈനൽ ഡിസൈഡ് ചെയ്തു. നമുക്ക് നേപ്പാളി മല്ലു കപ്പിൾസിന്റെ നേപ്പാളി മല്ലു ആണിത്. ബ്യൂട്ടിഫുൾ അല്ല, ഇഷ്ടമായില്ലേ സാരി? ഓക്കെ, അപ്പൊ ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു റെഡ് കളർ, ഡാർക്ക് കളർ തന്നെ എടുക്കാം അല്ലേ? കല്യാണത്തിനുള്ള താങ്ക് യു. ഇഷ്ടമായില്ലേ? നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷെ മിണ്ടി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. സോ എനിവേ താങ്ക് യു സോ മച്ച് കേട്ടോ. എന്റെ ഞങ്ങള് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാ. ഞങ്ങളുടെ മലയാളി തന്നെ ആയി. അതെല്ലാം ഭയങ്കര വർക്കഹോളിക്കാണ്. രാത്രിയിലും ഒക്കെ ഭയങ്കര വർക്കാണ്. രാത്രിയിലൊക്കെ എന്തിനാ തുണി അലക്കാനൊക്കെ പോകുന്നത്? ഉച്ചക്ക് പിന്നെ ഭയങ്കര വെയില്, ഹസ്ബൻഡ് സമയക്കില്ല, ഒന്നും ചെയ്യാനില്ല. വീട്ടില് ഉള്ളില് കുത്തി ഇരിക്കും വെറുതെ ഇരിക്കുന്ന ഇഷ്ടം. എപ്പോ ടൈമിട്ട് അപ്പൊ തന്നെ പടി ചെയ്തോളൂ അല്ലെ? എനിവേ അമ്മായിമ്മ ഭയങ്കര അമ്മയല്ല അമ്മ ശരിക്കും ഭയങ്കര ലക്കിയാണ്. അതുപോലെയുള്ള പിള്ളേരെ നാട്ടിൽ കിട്ടാൻ പാടാണ്. അമ്മ പിന്നെ ഫ്രണ്ട്സ് മാതിരി ഉണ്ടല്ലോ, ഒരു മദറിനുള്ള മാതിരി അങ്ങനെയല്ല, ഒരു ഫ്രണ്ട് മാതിരി കൂട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നും ടെൻഷനില്ല. അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ, നന്നായിട്ട് ഇരിക്കട്ടെ. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പൊ കാണാം നമുക്ക്. അമ്മയ്ക്ക് മോളൊക്കെ സന്തോഷമായിട്ടിരിക്കണം. നമുക്ക് ഇടയ്ക്കിലും കാണാം. നടക്കാൻ നല്ല സുഖമുണ്ടല്ലേ? വെയിലാറിപ്പോയി നടക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ലുലുമാൾ പോയിട്ട് ലുലുമാളിൽ പൂനൂസൊക്കെ കുറച്ച് ഡ്രസ്സ് മേടിക്കുന്നുണ്ടായിരുന്നു ഡാൻസിന് വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഹൈപ്പറിലേക്ക് കയറി. ഹൈപ്പറിൽ മെരീനക്ക് പിക്കിൾസ്, ചോക്ലേറ്റ്, അവിടെ ഗുലാബ് ജാമുൻ ഒക്കെ കിട്ടൂലേ. അപ്പോൾ മെരീനക്ക് പറഞ്ഞു അവിടെ പോയി എനിക്ക് മിഠായി ചോക്ലേറ്റ് ഒക്കെ എടുക്കണം പറഞ്ഞു. അപ്പോൾ അവൾക്ക് കൂട്ടി അവിടെ പോയി. പക്ഷേ ഹൈപ്പറിൽ ഭയങ്കര നല്ല തിരക്കുണ്ടായിരുന്നു. ഫൈനല് വീട്ടിൽ എത്തിയിട്ടോ ലുലുമാളിൽ കയറിപ്പോ അമ്മേ ഒരു രക്ഷയില്ല. കുറെ ആൾക്കാരുണ്ടായിരുന്നു, കുറെ ആൾക്കാർ. ബില്ലിങ്ങില് ഒത്തിരി പ്രശ്നമായി. സാധനങ്ങൾ കുറെ മേടിച്ചില്ല, കുറച്ച് മേടിച്ചു. പക്ഷെ ഭയങ്കര തിരക്കുണ്ടായിരുന്നേ. എനിക്ക് വേണ്ടി രസഗുലായോ, ഇത് മെരീനക്ക് വേണ്ടി പിക്കൽ വേണം പറഞ്ഞു. ഇതും മെരീനക്ക് വേണ്ടി പറഞ്ഞു. കുറെ സാധനങ്ങൾ അങ്ങനെ ഒന്നും മേടിച്ചില്ല. പൂർണ്ണ ലോഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടില്, പിന്നെ ഇതും മേടിച്ചു വൈറ്റ്. ഇത് ചിക്കൻ പിക്കല് മെരീനക്ക് വേണം പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഈ പദം ക്രിസ്മസ് എല്ലാവർക്കും ഓരോ കോമ്പ് വെച്ചിരിക്കുക. ब्लैक इज माइन പുതിയ നസിപ്പിക്കില്ലട്ടോ നമുക്ക്. പിന്നെ പുന്നിച്ചൊക്കെ ഒരു ജീൻസ് മേടിച്ചോ, പിന്നെ ഒരു ഷർട്ട് മേടിച്ചു. അപ്പം മോനൊക്കെ ഡാൻസ് റീല് വരുന്നുണ്ട്. അപ്പൊ വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് അല്ലേ ചുന്ദരി?
പിന്നെ ഒരു ടീഷർട്ട് മേടിച്ചു, യെല്ലോ ടീഷർട്ട്. സുന്ദരി അത്രയുണ്ട് കേട്ടോ. അപ്പൊ ഫൈനല് വീട്ടിലെത്തി, ഇനി ടയർഡായി. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നോ വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. അല്ലേ അമ്മ? ഗുഡ് നൈറ്റ്, ബൈ ബൈ. കുനിസേ ബൈ, ഗുഡ് നൈറ്റ്.